ഡിസംബർ 31 ബംഗ്ലാദേശിൽ ഭരണഘടന ഇനി വേണ്ട, പകരം ഞങ്ങൾ പുതിയ ഭരണഘടന കൊണ്ടുവരും എന്ന് പറഞ്ഞ് വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാക്കൾ തെരുവിലിറങ്ങിയത്. അവർ ധാക്കയിൽ ആണ് തടിച്ചുകൂടിയത്. ഭരണഘടന ഇനി വേണ്ടെന്നും ശരീഅത്തും സുന്നത്തും മാത്രം ഇനി ബംഗ്ലാദേശിൽ നടപ്പിലാക്കിയാൽ മതി എന്നുമുള്ള തീരുമാനം അവർ കൊണ്ടുവന്നിരുന്നു. പ്രാഥമികമായി ബംഗ്ലാദേശിന്റെ പേര് മാറ്റണം, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബംഗ്ലാദേശ് എന്നാക്കണം എന്ന റിപ്പോർട്ടുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഞങ്ങൾ തന്നെ പുറത്തുവിട്ട ഒരു വാർത്തയുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് ഇനി മുതൽ സർക്കാർ ജോലിയില്ല, സർക്കാർ ജോലിയിൽ ഹിന്ദുക്കൾക്ക് പ്രവേശിക്കാനായി സാധിക്കില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ്. അതായത് ഭരണഘടന മാറി ശരീഅത്ത് നിയമം വരുമ്പോൾ അവിടെ അമുസ്ലിങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യവുമില്ല. മുസ്ലിം മെജോറിറ്റി ഉള്ള രാജ്യങ്ങളിൽ അവിടെ മുസ്ലിങ്ങൾക്കാണ് മുൻഗണന. ബാക്കിയുള്ളവർ ഈ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ അനുസരിച്ച് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. അൽ ഖ്വയ്ദ ഭീകരർ ബംഗ്ലാദേശിൽ തെരുവിലിറങ്ങി എന്നാണ് ബംഗ്ലാദേശി പത്രം തന്നെയായിട്ടുള്ള ബ്ലിറ്റ്സ് റിപ്പോർട്ട് ചെയ്തത്. അൽ ഖ്വയ്ദ ഭീകരർ തെരുവിലിറങ്ങി പെട്രോളിംഗ് നടത്തി എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ നമുക്കറിയാം, നിലവിൽ പോലീസ് ബംഗ്ലാദേശിൽ നിഷ്പ്രഭമാണ്. സൈന്യമാണ് ബംഗ്ലാദേശിൽ അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പോലീസിന്റെ പണി കൂടെ നിലവിൽ സൈന്യമാണ് എടുക്കുന്നത്. ഇരട്ടിപ്പണിയാണ് അവിടെ സൈന്യത്തിന് എന്നാണ് മനസ്സിലാകുന്നത്. ഈ അൽ ഖ്വയ്ദ ഭീകരർ ബംഗ്ലാദേശിലെ തെരുവുകളിലൂടെ പെട്രോൾ നടത്തുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തെരുവുകളിലിറങ്ങി അവർ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും വലിയ രീതിയിൽ ആക്രോശിക്കുകയും ചെയ്തു. ന്യൂനപക്ഷങ്ങൾക്ക് നേരെ കൊലവിളി നടത്തുകയും അവിടെ വലിയ രീതിയിൽ ബംഗ്ലാദേശ് പിടിച്ചടക്കും എന്ന് ആക്രോശിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് ഈ ബ്ലിറ്റ്സിന്റെ എഡിറ്റർ പറയുന്നത് ഇതിൽ അൽ ഖ്വയ്ദ ഭീകരർ മാത്രമല്ല ഉണ്ടായിരുന്നത്, ഇതിൽ ISI ഭീകരരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ISIS അതിന്റെ ഭീകരരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് വലിയ വേദനാജനകമാണ്, ഭീതിജനകമാണ് എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ എങ്ങോട്ടാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയാം, പാകിസ്ഥാൻ അടക്കം ബംഗ്ലാദേശിൽ പാകിസ്ഥാന്റെ ISI ചാരസംഘടന അടക്കം ബംഗ്ലാദേശിനെ ഒരു ഭീകര രാഷ്ട്രമാക്കാനുള്ള പരിശ്രമത്തിലാണ് ബംഗ്ലാദേശ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാനിൽ നിന്നും ഭീകരന്മാരെ യഥേഷ്ടം ബംഗ്ലാദേശിലേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 70 ഭീകരരെയാണ് വാണിജ്യ കപ്പലിന്റെ പശ്ചാത്തലത്തിൽ അവിടെ യാതൊരു ക്ലിയറൻസും കൂടാതെ അകത്തേക്ക് ഇന്ത്യക്കെതിരെ ആഭ്യന്തര യുദ്ധം നടത്താനായി കടത്തിവിട്ടത്. പോരാത്തതിന് ISI ഭീകരർ അവിടെ റോഹിംഗ്യൻ തീവ്രവാദികളുടെ വലിയ ഒരു ഭീകര സംഘടന രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പാകിസ്ഥാനിൽ ഓൾറെഡി ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ ത്വയ്ബയും ഒക്കെ ഉണ്ട്. അതുപോലെ ഇപ്പുറത്ത് ഇന്ത്യയെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കാൻ കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിൽ അവിടെ റോഹിംഗ്യൻ തീവ്രവാദികളെ ഒരു ഭീകര സംഘം അവിടെ രൂപീകരിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എല്ലാത്തിനും അവസാനം ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, ഇവർ ആദ്യത്തെ വെടിപൊട്ടിക്കുക ബംഗ്ലാദേശിലെ മുസ്ലിങ്ങളുടെ നെഞ്ചത്ത് തന്നെയായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നമ്മൾ ഇതിനെയും കാണേണ്ടത്. ബംഗ്ലാദേശിൽ അൽ ഖ്വയ്ദ ഭീകരർ തെരുവിലിറങ്ങി അതിഭീകരമായി വലിയ രീതിയിൽ ആക്രോശിച്ചിരിക്കുന്നു. കുതിരകൾ പായിച്ചിരിക്കുന്നു. കുതിരകൾക്ക് മേൽ അവർ തെരുവുകളിലൂടെ പായുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമുക്ക് വ്യക്തമായി കാണാവുന്നതുമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.